ക്രിസ്മസിന്റെ ഉത്ഭവത്തെപ്പറ്റി നിങ്ങൾക്കെന്തറിയാം? ശരിക്കും പറഞ്ഞാൽ അതിന്റെ യഥാർത്ഥ കഥ കേട്ടാൽ നിങ്ങൾ ഞെട്ടിപ്പോകും. അതായത് ക്രിസ്മസ് ശരിക്കും പെയ്ഗൻ ആഘോഷങ്ങളിൽ നിന്ന് കോപ്പിയടിച്ചതാണെന്നൊരു സംസാരമുണ്ട് അല്ലേ? ഈയൊരു വാദം അനുസരിച്ച് ആദ്യകാല ക്രിസ്ത്യാനികൾ ചുമ്മാ പേഗിൻ ആചാരങ്ങൾ കടമെടുക്കുമായിരുന്നു. പക്ഷേ ചരിത്രം ശരിക്കും എന്താ പറയുന്നത്? കഥ വേറെയാണ്. അതായത് ആദ്യത്തെ 1000 വർഷം ആരും ഇങ്ങനൊരു പേഗൻ ബന്ധത്തെപ്പറ്റി മിണ്ടിയിട്ടേയില്ല. ഈ ടൈം ലൈൻ ഒന്ന് നോക്കിക്കേ. ആദ്യകാല സഭ ഡിസംബർ 25-ന് ആഘോഷിക്കുന്നുണ്ട്. പക്ഷേ ഈ ആരോപണം വരുന്നത് 12-ാം നൂറ്റാണ്ടിലാണ്. സത്യം പറഞ്ഞാൽ പേഗന്മാരെ പോലെയാണെന്ന് ആരെങ്കിലും പറഞ്ഞാൽ അന്നത്തെ സഭാനേതാക്കൾക്കത് വലിയ ദേഷ്യമായിരുന്നു. അപ്പോ ചരിത്രകാരന്മാര് പറയുന്നത് ഇതിന് വലിയ തെളിവൊന്നുമില്ല, വെറും ഊഹങ്ങളാണെന്നാണ്. അപ്പോ പേഗൻ ഉത്സവമല്ലെങ്കിൽ പിന്നെ എവിടെ നിന്നാണ് ഈ ഡിസംബർ 25 വന്നത്? അതിന്റെ ഉത്തരം റോമിലല്ല, മറിച്ച് ഒരു പുരാതന യഹൂദ പാരമ്പര്യത്തിലാണ് കിടക്കുന്നത്. അപ്പൊ നോക്കൂ, ഒരു വശത്ത് പേഗൻ സൂര്യദേവന്റെ ഉത്സവം, മറുവശത്ത് യേശുവിന്റെ ഗർഭധാരണത്തെ അടിസ്ഥാനമാക്കിയുള്ള ഒരു കണക്കുകൂട്ടൽ. ഈ പാരമ്പര്യം പറയുന്നത് വലിയ പ്രവാചകന്മാർ മരിക്കുന്ന അതേ ദിവസം തന്നെയാണ് ഗർഭം ധരിക്കപ്പെടുന്നതെന്നാണ്. അപ്പോ യേശുവിന്റെ മരണതീയതിയിൽ നിന്ന് 9 മാസം കൂട്ടുമ്പോൾ കിട്ടുന്നത് ഡിസംബർ അവസാനമാണ്. ശരി, പഴയ പേഗൻ കഥയല്ലെങ്കിൽ ഇന്ന് ക്രിസ്മസിന് മറ്റെന്തെങ്കിലും ഹൈജാക്ക് ചെയ്തിട്ടുണ്ടോ? ഇന്നത്തെ ക്രിസ്മസിന്റെ പ്രധാന വെല്ലുവിളി മറ്റൊന്നാണ്: കച്ചവടവൽക്കരണം. അതെ, ക്രിസ്മസ് സാധനങ്ങൾ വിൽക്കാൻ വേണ്ടി സാന്താക്ലോസിനെ ആദ്യമായി ഉപയോഗിച്ചു തുടങ്ങിയത് ഈ കാലത്താണ്. വളരെ പെട്ടെന്ന് തന്നെ കുട്ടികളെ കടകളിലേക്ക് ആകർഷിക്കാനുള്ള ഒരു മാർക്കറ്റിംഗ് ടൂളായി സാന്ത മാറി. അപ്പോ ക്രിസ്മസിന് ഈ കൺസ്യൂമറിസം വിഴിഞ്ഞു. പക്ഷേ അതിന്റെ യഥാർത്ഥ സന്ദേശത്തിനെന്തുപറ്റി? ഇതൊരു പുസ്തകം പോലെയാണ്. ചിലരത് തെറ്റായി വായിച്ചെന്ന് കരുതി ആ പുസ്തകം മോശമാവുന്നില്ല. അതുപോലെ ക്രിസ്മസിന്റെ ദുരുപയോഗം അതിന്റെ യഥാർത്ഥ സന്ദേശത്തെ ഇല്ലാതാക്കുന്നില്ല. അതായത് ദൈവം മനുഷ്യനായി എന്ന ആ വലിയ ആശയം ഷോപ്പിംഗ് മാളിലെ ബഹളത്തിലൊന്നും മുങ്ങിപ്പോവില്ല. ഇതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത് ഇതാണ്: ഒരു സന്ദേശത്തിന്റെ യഥാർത്ഥ ശക്തി അതിന്റെ അതിജീവനമാണ്. ഈ വിശകലനത്തിൽ ഞങ്ങളോടൊപ്പം ചേർന്നതിന് നന്ദി.